ജക്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എൻ്റെ ഈ മുഖത്ത് കാണുന്ന പുള്ളികുത്ത് ചിക്കൻ ബോക്സ് വന്നു പോയതിൻ്റെയാണ്, വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗുവാഹത്തിയിൽ ടോസ് നേടിയ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ബോളിംഗ് തിരഞ്ഞെടുത്തു. 7 ബാറ്റർമാരും 4 ബോളർമാരും ഉൾപ്പെടുന്നതാണ് CSKയുടെ ടീം കോമ്പിനേഷൻ. അതായത് പരിക്ക് കാരണം MS ധോണിയും ബ്രേവിസും ടീമിൻ്റെ ഭാഗമല്ല. ഈ മത്സരത്തിൽ CSKയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. കഴിഞ്ഞ സീസൺ വരെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിരുന്ന സഞ്ജു ഇത്തവണ CSKയുടെ മഞ്ഞക്കുപ്പായത്തിൽ അരങ്ങേറുകയാണ്. തൻ്റെ മുൻ ടീമിനെതിരെ സഞ്ജു മിന്നിക്കുമോ അതോ നിരാശപ്പെടുത്തുമോ എന്നത് ഏറെ ആകാംക്ഷപൂർവ്വം കാണികൾ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നത്. ആ സമയത്താണ് ബർഗർ എറിഞ്ഞ ആ പന്ത് CSK ആരാധകരുടെ നെഞ്ചിലേക്കാണ് വന്ന് പതിച്ചത്. സഞ്ജു സാംസൺ ക്ലീൻ ബൗൾഡായി. ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങിയ ചെന്നൈ അരങ്ങേറ്റത്തിലെ സഞ്ജുവിന് ചെറിയ സ്കോറിൽ പുറത്താവേണ്ടി വന്നു. പക്ഷേ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടും സഞ്ജുവിൻ്റെ ആരാധകർക്ക് അത്ര വലിയ നിരാശരൊന്നും അല്ല. അവർ പൂർണ്ണ തൃപ്തരാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിറ്റാണ്ടായിട്ട് IPL സീസണിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്ന സഞ്ജു ഒരിക്കൽ പോലും അർദ്ധ സെഞ്ചുറി കാണാതെ മടങ്ങിയ ചരിത്രമുണ്ടായിട്ടില്ല. അതായത് ആരാധകർ ആഗ്രഹിക്കുന്ന ഉജ്ജ്വല ഇന്നിങ്സുകൾ തുടക്കത്തിൽ നൽകിയിട്ട് പിന്നീട് ആ തുടക്കം നിലനിർത്താതെ അതിന് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ പോവാണ് പതിവ്. അതായത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും 2020 74 റൺസ് 32 ബോളിൽ, അതുപോലെ 2021 119 റൺസ് അതും 63 ബോളിൽ, 2022 55 റൺസ് 27 പന്തിൽ. ഇനി 2024 വരുമ്പോൾ 82 റൺസ് 52 ബോളിൽ, 2025 66 റൺസ് അതും 37 ബോളിൽ. ഇത്തവണ പണി പാളിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതുപോലെയല്ല, ഇതിനേക്കാൾ പാളി തുടങ്ങിയ ഒരു ടൂർണമെൻറ്റിൻ്റെ ക്ലൈമാക്സിൽ സഞ്ജുവിൻ്റെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. ആ ഗൂസ് ബംസ് ഇന്നും അവസാനിക്കാത്തത് കൊണ്ട് ചെക്കൻ തിരിച്ചു വരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ നിങ്ങൾ എത്ര മികച്ച രീതിയിൽ അവസാനിപ്പിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. അതായത് ഇപ്പോൾ ഒരു സിനിമയുടെ ബിഗിനിങ്ങിനല്ല പ്രാധാന്യം, അതിൻ്റെ ക്ലൈമാക്സാണ്. അപ്പോൾ നമുക്ക് ചെറുക്കൻ്റെ ഇന്നിങ്സിന് ക്ലൈമാക്സിൽ കാത്തിരുന്ന് കാണാം. മൊത്തത്തിൽ രാജസ്ഥാൻ ഡോമിനൻസ് ആയിരുന്നു ഇന്നത്തെ മത്സരം. തുരുതുര വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എവിടെയും എത്താതെ പോവേണ്ടിയിരുന്ന ടീമിനെ ഒരു മാന്യമായിട്ടുള്ള സ്കോറിൽ എത്തിച്ചത് ഓവർട്ടൺ ആണ്. അതിന് സപ്പോർട്ടായിട്ട് കാംബോജും നിന്നിരുന്നു. 100 പോലും തികക്കില്ല എന്ന് കരുതി ഒരു ഘട്ടത്തിൽ. ആ സമയത്താണ് CSKയുടെ രക്ഷകനായിട്ട് ഓവർട്ടൺ അവതരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഇറങ്ങി സർഫറാസിനും കാര്യമായ സംഭാവനകളൊന്നും നൽകാൻ കഴിഞ്ഞില്ല. പിന്നെ കാർത്തിക് ശർമ്മ അല്പം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും 18 റൺസോടെ മടങ്ങേണ്ടി വന്നു. പിന്നെ വന്ന ശിവൻ ഡുബെ പുറത്താക്കിയത് രവീന്ദ്ര ജഡേജയാണ്. അതായത് ഡുബെയുടെ വിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ഗൺ ഷോട്ട് ഉണ്ടായിരുന്നു നമ്മുടെ രവീന്ദ്ര ജഡേജയുടെ. അത് തന്നെ അവഹേളിച്ച് പുറത്താക്കിയ ടീമിനെതിരെ കളിക്കുമ്പോഴുള്ള ഒരു ത്രില്ലാണ്. CSKക്കെതിരെ മാസ് കാണിക്കാൻ പറ്റിയ ആ ഒരു നിമിഷം. അങ്ങനെ മെല്ലെ സ്കോർ ഉയർത്തി ചെന്നൈ 127 റൺസ് ഒപ്പിച്ചെടുത്തു. ഓവർട്ടൻ്റെ 43 റൺസും കാർത്തിക് ശർമ്മയുടെ 18 റൺസും സർഫറാസ് ഖാൻ്റെ 17 റൺസിൻ്റെയും പിൻബലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 19.4 ഓവറിൽ 127 ഓൾ ഔട്ട് ആവുകയായിരുന്നു. രാജസ്ഥാന് വേണ്ടി വിക്കറ്റുകൾ എടുത്തത് രവീന്ദ്ര ജഡേജയാണ്. 2 വിക്കറ്റുകൾ എടുത്തിരുന്നു. 3 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റും, ആർച്ചർ 4 ഓവറിൽ 19 റൺസിന് 2 വിക്കറ്റും, ബർഗർ 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ചെന്നൈയുടെ എല്ലാ ജയസ്വപ്നങ്ങൾക്കും വിരാമമിട്ടുകൊണ്ടായിരുന്നു സൂര്യവംശിയുടെ ബാറ്റിംഗ് പെർഫോമൻസ്. തൻ്റെ 15ാം പിറന്നാൾ ആഘോഷിച്ചതിന് ശേഷമുള്ള ആദ്യ മാച്ചിൽ തന്നെ 15 പന്തിൽ അർദ്ധ സെഞ്ചുറി
പൂർത്തിയാക്കിയ സൂര്യവംശി IPLലെ ഏറ്റവും വേഗമേറിയ 3ാമത്തെ അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്ന സൂര്യവംശി. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡുമായി എത്തിയ വൈഭവ് സൂര്യവംശി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നടത്തിയ ബാറ്റിംഗ് വെടിക്കെട്ട് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും 15 വയസ്സുകാരനായ ഈ ഇടങ്കയ്യൻ ബാറ്റർ CSKയുടെ കരുത്തുറ്റ ബോളിംഗ് നിരയെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഇന്ന് പുറത്തെടുത്തത്. ബാറ്റിംഗ് ശൈലിയിലൂടെയും ചെന്നൈ ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച സൂര്യവംശി IPLൽ പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത്. പക്വതയുള്ള ഷോട്ടുകളും മൈതാനത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും പായിച്ച സിക്സറുകളും ഈ യുവതാരത്തിൻ്റെ പ്രതിഭ വിളിച്ചോതുന്നതായിരുന്നു. ചെന്നൈയുടെ സ്പിൻ പേസ് ആക്രമണങ്ങളെ ഒരുപോലെ നേരിട്ട സൂര്യവംശിയുടെ ഈ അഴിഞ്ഞാട്ടം വരാനിരിക്കുന്ന സീസണുകളിൽ താരം ഒരു വലിയ വാഗ്ദാനമാണെന്നതിൻ്റെ സൂചനയാണ്. 17 പന്തിൽ 5 സിക്സറും 4 ബൗണ്ടറിയുടെയും അകമ്പടിയോടെ 52 റൺസ് എടുത്ത ഈ യുവതാരം രാജസ്ഥാനെ വിജയത്തോടടുപ്പിച്ചിട്ടാണ് പുറത്തായത്. ചെന്നൈ 127 ഓൾ ഔട്ട് ആയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 12.1 ഓവറിൽ വിജയം കണ്ടു. ജയ്സ്വാൾ മികച്ച പിന്തുണയാണ് സൂര്യവംശിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. 38 റൺസുമായി പുറത്താകാതെ ജയ്സ്വാളും രാജസ്ഥാൻ്റെ ക്യാപ്റ്റനും 18 റൺസ് എടുത്ത ധ്രുവും 52 റൺസ് എടുത്ത സൂര്യവംശിയുമാണ് രാജസ്ഥാൻ്റെ നഷ്ടമായ വിക്കറ്റുകൾ. കാംബോജാണ് 3 ഓവറിൽ 27 റൺസിന് 2 വിക്കറ്റുകൾ എടുത്തത്. സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ 38 റൺസ് 36 ബോളിൽ. വൈഭവ് സൂര്യവംശി സർഫറാസ് ഖാൻ പിടിച്ചിട്ടാണ് കാംബോജിൻ്റെ ഓവറിൽ പുറത്തായത്. 52 റൺസാണ് എടുത്തത് 17 ബോളിൽ. അതുപോലെ ധ്രുവ് 18 റൺസ് എടുത്തു 9 ബോളിൽ 4 ഫോറുകൾ നേടുകയുണ്ടായി. റിയാൻ പരാഗും ജയ്സ്വാളും ചേർന്നാണ് രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചത്. റിയാൻ പരാഗ് നോട്ട് ഔട്ട് 14 റൺസ്. അങ്ങനെ രാജസ്ഥാൻ റോയൽസിന് IPLൻ്റെ 3ാം മാച്ചിൽ 8 വിക്കറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 47 ബോള് ലെഫ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ നടന്ന കളികളിലെല്ലാം ചേസിംഗ് ആണ് വിജയിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.